ചേട്ടാ, നമ്മുടെ നിയോജക മണ്ഡലങ്ങളിൽ കൂടെയുള്ള നമ്മുടെ യാത്ര അവസാനം നമ്മൾ സംസാരിച്ചത് തൃപ്പൂണിത്തുറയെ കുറിച്ചാണ്. ഇനിയിപ്പോ നമ്മുടെ മുന്നിലുള്ളത് സുപ്രധാനമായ രണ്ട് മണ്ഡലങ്ങളാണ്, എറണാകുളവും തൃക്കാക്കരയും. അതിൽ തൃക്കാക്കര എന്ന് പറയുന്നത് ഒരു സ്റ്റാർ മണ്ഡലമാണ്. ഈ എറണാകുളത്ത് UDF-നെ പ്രതിനിധീകരിച്ച് TJ വിനോദ് മത്സരിക്കുമ്പോൾ LDF-നെ പ്രതിനിധീകരിച്ച് സാബു ജോർജും NDAക്ക് വേണ്ടി PR ശിവശങ്കറുമാണ് എറണാകുളത്ത് മത്സരിക്കുന്നത്. അതേസമയം തൃക്കാക്കരയില് സിറ്റിംഗ് MLA ആയിട്ടുള്ള ഉമാ തോമസും UDF-ന് വേണ്ടി, LDF-ന് വേണ്ടി അഡ്വക്കേറ്റ് പുഷ്പദാസും. പുഷ്പദാസ് എനിക്ക് തോന്നുന്നു ഫീൽഡിൽ പുതിയതാണ്, പുതുമുഖമാണെന്ന് തോന്നുന്നു, മുൻപ് കേട്ടിട്ടില്ല അങ്ങനെ ഒരു പേര് കേട്ടിട്ടില്ല. പിന്നെ NDAക്ക് വേണ്ടിയുള്ളത് അറിയാലോ, ബിഗ് ബോസ് താരവും നിലപാടുകളുടെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അഖിൽ മാരാറാണ് ഈ NDAക്ക് വേണ്ടി നിലകൊള്ളുന്നത്. ചേട്ടാ, നമുക്ക് ആദ്യം തൃക്കാക്കരയിലേക്ക് തന്നെ പോയേക്കാം, കാരണം സ്റ്റാർ മണ്ഡലം തന്നെ നമുക്ക് ആദ്യം എടുക്കാം. ഉമാ തോമസ്, അതായത് നമ്മള് ഈ തൃക്കാക്കര മണ്ഡലം ഉമാ തോമസ് എന്ന പേര് വരുന്നത് PT തോമസിന്റെ ഭാര്യയാണ്. അദ്ദേഹം മരണപ്പെട്ട് കഴിയുമ്പോൾ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് ഉമാ തോമസ് വരുന്നത്. അവർക്ക് ഏറ്റവും നല്ല ഒരു ഭൂരിപക്ഷത്തോടെ 2021 അവർക്ക് ഏറ്റവും ഒരു മികച്ച ഭൂരിപക്ഷത്തോടെയാണ് അവർ വന്നത്. സഹതാപ തരംഗത്തിലാണ് അവർ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണയും പിന്നെ അവർക്ക് പറ്റിയിരിക്കുന്നത് ഒരു വലിയൊരു അപകടം ഈ സ്റ്റേഡിയത്തിൽ. അത് ശരിക്കും അവരുടെ ഒരു വലിയൊരു അപകട സന്ധിയാണ്. പ്രചരണ രംഗത്ത് ആക്റ്റീവാണ്, ഞാൻ കണ്ടിരുന്നു. അവര് എനിക്ക് തോന്നുന്നു പ്രശാന്ത് മരുന്നിന്മേൽ നിൽക്കുകയാണെന്ന് തോന്നുന്നു. നല്ല പ്രശ്നമുണ്ട്. കാര്യം അത് ഈ പറയുന്ന രീതിയിൽ ഒരു ഭയങ്കര വീഴ്ചയാണ്, ദൈവാധീനം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാണ്. അപ്പൊ ഉമാ തോമസ് PT തോമസിന്റെ ഭാര്യ എന്ന രീതിയിൽ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പക്ക കോൺഗ്രസ് മണ്ഡലമാണ്. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഈ ഭരണരംഗത്ത് മികവ് പുലർത്തുന്ന ഒരു സ്ത്രീയാണ് തോന്നുന്നു. ഒരു സ്ത്രീ അല്ല, അവര് ഏറ്റവും നല്ലൊരു MLA ആണ്. അവര് ഈ ഇത്രയും പ്രശ്നമൊക്കെ ആണെങ്കിലും അവരുടെ മണ്ഡലത്തിലുടനീളം അവർ ഓടി എത്തുന്നുണ്ട്. അപ്പൊ ഒരു ടേം കൂടെ അവർക്ക് കൊടുക്കുന്നു പാർട്ടി. അല്ല, ഈ രണ്ട് സ്ത്രീകൾക്കെതിരെ മറുവശത്തുള്ളത് ഒരു പുരുഷ കേസരിയാണ്. അതെ, ഈ അഡ്വക്കേറ്റ് പുഷ്പദാസിൻ്റെത് നമ്മള് ഈ എറണാകുളം ജില്ലയുടെ ഒരു പിന്നെ ഈ ഭൗതികമായിട്ട് എറണാകുളം ജില്ലയുടെ ഒരു ജിയോളജിക്കൽ എന്നൊക്കെ പറയുമല്ലോ, നോക്കുമ്പം വളരെ പ്രയാസമാണ് ഒരു ഇടത് കോട്ട എന്ന് ആകാനായി. കാര്യം എറണാകുളത്ത് കുറച്ച് ഇടത് സഹയാത്രികരുണ്ട്, ഇടത് അനുഭവമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും കോൺഗ്രസിന് ഭയങ്കര വളക്കൂറുള്ള ഒരു മണ്ണാണ്. ഞാനിപ്പോൾ ഒരു 10 വർഷം വരെ പറയും എറണാകുളത്ത് വന്നിട്ട്. സത്യത്തിൽ വളരെ നല്ല ഇടത് അനുഭാവികളും നല്ല ആൾക്കാരും ഒക്കെ ഉണ്ടെങ്കിലും വളരെ പ്രയാസമാണ്. കാര്യം കോൺഗ്രസ് അത്ര കണ്ട് ഇവിടെ പിന്നെ ഗ്രിപ്പുണ്ട് അവർക്ക്. അപ്പോൾ ഇവിടെ ഈ അഡ്വക്കേറ്റ് പുഷ്പദാസ് പ്രസാദ് പറഞ്ഞ പോലെ ഒരു പുതിയ ആളാണ്. അവർ എത്ര കണ്ട് അവരുടെ സ്ഥാനാർത്ഥിത്വം എത്ര കണ്ട് വിജയമാകും എന്നുള്ളത് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. പിന്നെ അഖിൽ മാരാരുടെ കാര്യം പറഞ്ഞു, ഒരു സെലിബ്രിറ്റിയാണ് അഖിൽ മാരാർ. തൃക്കാക്കര, ഞാൻ താമസിക്കുന്ന സ്ഥലം തൃക്കാക്കര മണ്ഡലത്തിലാണ്. അപ്പോൾ ഈ തൃക്കാക്കര എന്ന് പറയുന്നത് ഈ എല്ലാ പിന്നെ ക്രിസ്ത്യൻ വോട്ട്, ന്യൂനപക്ഷ വോട്ടുണ്ട്, അതുപോലെ ഭൂരിപക്ഷ വോട്ടുണ്ട്, ഏതാണ്ട് എത്രയെങ്കിലും പെർസെൻറ്റേജിന് ന്യൂനപക്ഷ വോട്ടുണ്ട്. പ്രയോറിറ്റി ആർക്കാണ്? പ്രയോറിറ്റി എനിക്ക് തോന്നുന്നത് ഈ രണ്ടും ഏതാണ്ട് ഒരുപോലെ ആവാനാണ് സാധ്യത. ഈക്വലാണ്. കാര്യം എന്ന് വെച്ചാൽ SNDP വോട്ടുണ്ട്, NSS വോട്ടുണ്ട്, അല്ലാതെ ഹിന്ദു ഭൂരിപക്ഷം മറ്റ് ജാതി ഉപജാതികളുടെ വോട്ടുണ്ട്. എന്താണെങ്കിലും ഈ ഒരു സ്റ്റാർ മണ്ഡലത്തിന്റെ പകിട്ടൊന്നും എന്താണെങ്കിലും അഖിൽമാരാര് മത്സരിക്കുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നത് അഖിൽമാരാര് മത്സരിക്കുന്നുണ്ടെങ്കിലും മത്സരം അത്ര കണ്ടൊരു മത്സരം ത്രികോണമെന്ന് പോയിട്ട് ഇരിക്കോണം പോലും ആകുമെന്ന് തോന്നുന്നില്ല. എനിക്ക് ഇതിൽ ഉമാ തോമസുമായിട്ടോ അല്ലെങ്കിൽ പുഷ്പദാസുമായിട്ടോ ഇതിൽ ആരെങ്കിലും ഒരാളുമായിട്ട് അഖിൽമാരാർ മത്സരിക്കുന്നു മാത്രമേ പറയാൻ കഴിയുള്ളൂ. കാര്യം NDAക്ക് അത്ര വലിയ സപ്പോർട്ട് ആ ഭാഗത്തുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ 48 സീറ്റിൽ 27 സീറ്റ് ആണ് UDF പിടിച്ചേക്കുന്നത്. 18 സീറ്റ് നമ്മൾ പറഞ്ഞില്ലേ കോൺഗ്രസിന്റെ അനുഭവം മണ്ഡലമാണ്. LDF 18 സീറ്റ്, 2020 ഈ പറയുന്ന ഒറ്റ സീറ്റാണ് കിട്ടിയിരിക്കുന്നത്. ബാക്കി സ്വതന്ത്രന്മാർക്ക് ഒരൊറ്റ സീറ്റാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ പറയുന്ന പോലെ ഈ കഴിഞ്ഞ ബൈ ഇലക്ഷനിൽ ഉമാ തോമസിന് 25,016 വോട്ട്, 25,016 വോട്ടാണ് അവരുടെ ലീഡ്. നല്ല വളരെ വലിയ ലീഡാണ്. അപ്പോൾ 53, അതായത് മണ്ഡലത്തിലെ 53% വോട്ടാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് 2022 ഉപതെരഞ്ഞെടുപ്പിൽ. ഓക്കെ, നമുക്കിനി എറണാകുളം. അപ്പോൾ ഇതിൽ അഖിൽ മാരാർ ഒരു ഫാക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അഖിൽ മാരാരുടെ വോട്ട് നിർണായക ഘടകമാണ്. പക്ഷെ എങ്കിലും അത്ര കണ്ട് 2020 അത്ര കണ്ട് പോകുന്നില്ല. എന്നാലും ഉമാ തോമസിന് സാധ്യതയുണ്ട് എന്നേ പറയാൻ കഴിയും. ഓക്കെ, നമുക്കിനി എറണാകുളത്തേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, UDF-ന്റെ TJ വിനോദ്, LDF-ന്റെ സാബു ജോർജ്, പിന്നെ NDAക്ക് വേണ്ടി PR ശിവശങ്കർ എന്നിവരാണ് അവിടെ മത്സരിക്കുന്നത്. ഈ TJ വിനോദ്
വ്യക്തിയെ കുറിച്ച് എന്താണ്? ടി ജെ വിനോദ് ഇവിടെ എറണാകുളത്തെ ഒരു പിന്നെ KSU അതുപോലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തന ഒരു സൗമ്യനായ ആളാണ്. കാര്യം നമ്മൾ സ്റ്റേഡിയത്തൊക്കെ രാവിലെ നടക്കാനൊക്കെ പോകുമ്പോൾ അവിടെ നടക്കാനൊക്കെ വരുന്നുണ്ട് ആള്. വളരെ നല്ല സൗമ്യനായ ഒരു കോൺഗ്രസ്സുകാരനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോൺഗ്രസിന് വളരെ വളക്കൂറുള്ള ഒരു മണ്ണാണ്. അതുകൊണ്ട് തന്നെ ടി ജെ വിനോദ് കഴിഞ്ഞ ഇലക്ഷനിൽ 1970 വോട്ടിന്റെ ലീഡിനാണ് ജയിച്ചത്. അവിടെ ഈ പറയുന്ന പോലെ ആ മണ്ഡലത്തിൽ 41% വോട്ടുണ്ട്. അതേസമയം CPM കിട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ പോട്ടെ LDF കിട്ടിയിരിക്കുന്നത് വെറും 31% വോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ വേറൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. CPM ഇപ്പോൾ ടി ജെ വിനോദ് തന്നെ 2021 ടി ജെ വിനോദായിരുന്നു. ദെൻ അവിടുന്ന് സാബു ജോർജ് 2021 എനിക്ക് സംശയമുണ്ട്. കാര്യം ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ ഹൈബി ഈഡൻ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ പോയ ആ ഒഴിവിലാണ് ടി ജെ വിനോദ് മത്സരിക്കാൻ വന്നത്. ടി ജെ വിനോദ് സാബു ജോർജ് LDF എനിക്കറിയില്ല, പ്രാദേശികമായി അറിയപ്പെടുന്ന ഒരു നേതാവാണെന്ന് തോന്നുന്നു. അവിടെയും ഈ പറയുന്ന NDAക്ക് വലിയ റോളൊന്നും അല്ല. ശിവശങ്കരൻ സാർ നല്ല കക്ഷിയാണ്. ശിവശങ്കരൻ സാർ നമ്മളെ ഡിബേറ്റിലൊക്കെ ചർച്ചയ്ക്ക് വരുന്ന ആളാണ്. ശിവശങ്കരൻ സാർ നല്ലൊരു കാൻഡിഡേറ്റ് ആണ്. ശിവശങ്കർ സാറിനെ കുറിച്ച് എനിക്കറിയാം. ഞാൻ അദ്ദേഹമായിട്ട് കുറച്ച് ചർച്ചകൾക്കൊക്കെ നല്ല വാഗ്മിയാണ്. അദ്ദേഹം LDF ടഫ് കൊടുക്കുമെന്നാണ്. തീർച്ചയായിട്ടും അത് ഈ പറയുന്ന ഏരിയയിൽ കുറച്ച് ഹിന്ദു വോട്ടും ഉള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് വോട്ട് അദ്ദേഹം കൊണ്ടുപോകും. ഈ രണ്ടുപേരുടെയും വോട്ടിന്റെ അനുപാതം കുറയ്ക്കാൻ ശിവശങ്കർ സാറിന് കഴിയും. എന്നിരിക്കലും ടി ജെ വിനോദിനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ തൃപ്പൂണിത്തുറയും തൃക്കാക്കരയും എറണാകുളവുമാണ് പറഞ്ഞത്. അപ്പൊ ഇനി അടുത്തായിട്ട് പോകേണ്ട സ്ഥലങ്ങൾ കിടക്കുകയാണ്. പെരുമ്പാവൂർ കിടക്കുന്നു, അങ്കമാലി കിടക്കുന്നു. പെരുമ്പാവൂർ വേണമെങ്കിൽ പെരുമ്പാവൂരൂടെ നമുക്ക് പറഞ്ഞുകൊണ്ട് നമുക്ക് പെരുമ്പാവൂരും അങ്കമാലിയും ആലുവയും കൂടെ നമുക്ക് ഒരുമിച്ചെടുക്കാം. നല്ലത്. കാരണം നമ്മള് ഒരു കോണിൽ നിന്ന് ഉടനടി അടുത്ത കോണിലേക്ക് വരുന്നതിന് ഏതായാലും നമ്മൾ നോക്കുമ്പോൾ തൃപ്പൂണിത്തുറയില് ആർക്കാണ് സാധ്യത എന്നുള്ളത് നമ്മൾ ആദ്യത്തെ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞു. ഇനിയിപ്പോൾ രണ്ടാമത് നമുക്ക് തോന്നുന്നത് ഈ പറയുന്ന എറണാകുളത്തെ ടി ജെ വിനോദും തൃക്കാക്കരയിൽ ഉമാ തോമസിനും ആണ്. പക്ഷെ ഈ രണ്ടിടങ്ങളിലും ഒരു ഫാക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത് അഖിൽ മാരാർ അവരെ NDAയുടെ 2020 സ്ഥാനാർത്ഥിയായിട്ടും ശിവശങ്കരൻ സാറ് എറണാകുളത്ത് അദ്ദേഹത്തിൻ്റെതായ എന്റെ ഒരു ശരിയാണെന്നുണ്ടെങ്കിൽ അഖിൽ മാരാർ തൃക്കാക്കര പിടിക്കുന്ന വോട്ട് എത്രയാണോ അത്രയും തന്നെ LDFന്റെ ഭൂരിപക്ഷത്തിൽ, അതായത് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിരുന്ന വോട്ടിംഗ് ശതമാനത്തിൽ ഇടിവുണ്ടാവാനുള്ള തീർച്ചയാണ്. കാരണം അഖിൽ മാരാർ പിടിക്കുന്ന വോട്ടിൽ, അതുപോലെ തന്നെ ഈ PR ശിവശങ്കർ സാർ പിടിക്കുന്ന വോട്ടിലാണെങ്കിലും ഈ പറഞ്ഞ സാബു ജോർജിന്റെ വോട്ടില് വലിയൊരു വോട്ടിംഗ് ശതമാനം ഇടിയാനുള്ള സാധ്യത, അതായത് 25-ലേക്കോ അല്ലെങ്കിൽ 20-ലേക്കോ പോകാനുള്ള ഒരു ചാൻസ് കാണുന്നു. അപ്പോഴും ഉമാ തോമസും ടി ജെ വിനോദും നിൽക്കുന്നത് സേഫ് സോണിലാണ്. പിന്നെയും നമുക്ക് സംശയമുള്ള ഒരു മണ്ഡലം എന്ന് പറയുന്നത് തൃപ്പൂണിത്തുറയാണ്. അവിടെ KN ഉണ്ണികൃഷ്ണൻ ഒരു അധികായനായി നിൽക്കുമ്പോൾ തന്നെ ഈ ദീപക് ജോയി, നമ്മൾ മുൻപ് പറഞ്ഞാണ്, ദീപക് ജോയിക്കും അഞ്ജലി നായർക്കും അവിടെ വലിയ റോളുകളൊന്നും തന്നെ നമുക്ക് അവകാശപ്പെടാനില്ല എന്നുള്ള സാഹചര്യത്തിൽ എന്താണെങ്കിലും നമുക്കിനി അടുത്തതായിട്ട് 2025 UDF ഇപ്പൊ കഴിഞ്ഞ തദ്ദേശ ഇലക്ഷനിൽ ഏറ്റവും മോസ്റ്റ് സീറ്റും അവർ തന്നെയാണ് കൊണ്ടുപോയത് ഈ എറണാകുളം ജില്ലയിൽ. പിന്നെ തൃക്കാക്കരയും ഏതാണ്ട് 48 ലോക്കൽ ബോഡി ഇതിൽ 48 സീറ്റിൽ 27 സീറ്റ് UDF കൊണ്ടുപോയി. വെറും 18 സീറ്റാണ് LDF. 2020 ഒരെണ്ണം ഇൻഡിപെൻഡന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എന്തായാലും നമുക്ക് ഇതിൽ ആകെ കൂടെ പറയുമ്പോൾ കോൺഗ്രസിനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. നമ്മൾ ഈ പറഞ്ഞ 3 മണ്ഡലങ്ങളിൽ കഴിഞ്ഞാൽ KN ഉണ്ണികൃഷ്ണന്റെ അധികായത്വം അവിടെ ഇച്ചിരി ഹെവിയാണ്. കാരണം അവരുടെ ഉണ്ണിയേട്ടൻ അവിടെ വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന കാരണത്താൽ തന്നെ നമുക്ക് ഈ എറണാകുളവും തൃക്കാക്കരയും നമ്മൾ കൺഫേം ടു UDF ആൻഡ് തൃപ്പൂണിത്തുറ വാസ് ഒബിയസ്ലി നമുക്കത് ഒന്നും പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല നിൽക്കുന്നത്. എന്താണെങ്കിലും നമുക്ക് മറ്റു ജില്ലയിലെ മറ്റു മണ്ഡലങ്ങളിലേക്ക് പോയി